പ്രൈസ് ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാട്ടിലാണ്. വയനാട്ടിൽ തൃശ്ശിലേരി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ വളരെ ഹൃദയവേദനയോടെയുള്ള ചില കാര്യങ്ങൾ നിങ്ങളോട് പറയേണ്ടതായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണാം. ഇതൊരു വീട് എന്നൊന്നും പറയാൻ കഴിയുമോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഈ ഒരു അവസ്ഥയിൽ ഇവിടെ താമസിക്കുന്ന ഒരു സഹോദരിയുണ്ട്. സഹോദരിയുടെ പേരെന്ത്? മേരി. മേരി എന്ന് പറഞ്ഞ ഒരു സഹോദരിയാണ് ഇവിടെ താമസിക്കുന്നത്. ഒരു സഹോദരിയേക്കാൾ ഉപരി ഒരു ദൈവദാസിയാണ്. ദീർഘവർഷം കർത്താവിന്റെ വയലിൽ അധ്വാനിച്ച ഒരു ദൈവദാസന്റെ ഭാര്യയാണ്. ഇപ്പോൾ വിധവയാണ്. ഈ സഹോദരിക്ക് ഒരു മകനുണ്ട്. ആ മകൻ ഇവിടെ അടുത്തുള്ള ഒരു പലചരക്ക് കടയിൽ സാധനങ്ങൾ എടുത്തു കൊടുക്കാനായിട്ട് നിൽക്കുന്ന ഒരു മകനാണ്. ഇവരുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കടന്നു വരേണ്ടതുണ്ട്. ഇവർ ഒരുമിച്ച് ദൈവദാസനും ദൈവദാസിയും ചില വർഷങ്ങളോളം ഒറീസയിൽ കർത്താവിന്റെ മഹത്വമുള്ള വയലിൽ അധ്വാനിച്ചു. ഒറീസയിലെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് അവർ കർണാടകയിലേക്ക് കടന്നുപോയി. 13 വർഷത്തോളം കർണാടകയിൽ ഇന്നത്തേക്കാൾ ഏറെ പ്രതികൂലം നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ അവർ കർത്താവിന്റെ വയലിൽ അധ്വാനിച്ചു. വിവിധ സ്ഥലങ്ങളിൽ സുവിശേഷ വേലയുമായി അവർ സഞ്ചരിച്ചു. ആ യാത്രകളിൽ ഒരു സമയത്ത് മതപരിവർത്തനം എന്ന് പറഞ്ഞ കുറ്റം ആരോപിച്ച് ഈ ദേവദാസിയുടെ ഭർത്താവായിരിക്കുന്ന കർത്താവിന്റെ ദാസനെ 9 ദിവസത്തോളം ജയിലിലിട്ട് പോലീസുകാരുടെ മർദ്ദനം തന്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങാനിടയായി. 9 ദിവസം കഴിഞ്ഞ് ജയിലിൽ നിന്ന് കടന്നു വന്ന ആ മനുഷ്യന് പിന്നീട് അങ്ങോട്ട് തന്റെ ശരീരം മുഴുവൻ ചികിത്സയ്ക്ക് വിധേയമാകേണ്ടുന്ന അവസ്ഥയിലേക്ക് വന്നു. തന്റെ ഹാർട്ടിന് ബുദ്ധിമുട്ടുകളുണ്ടായി. താൻ ഏറ്റുവാങ്ങിയ പീഡനത്തിന്റെ ബാക്കി പത്രമായിട്ടാകാം അധിക കാലം കഴിയും മുമ്പേ ആ ദൈവദാസൻ താൻ പ്രിയം വെച്ച കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. ഈ സഹോദരിയും തന്റെ ചെറുപ്രായത്തിലുള്ള കുഞ്ഞുമായി അവിടെ നിന്ന് തുടങ്ങിയ മുമ്പോട്ടുള്ള ജീവിതം ഈ ഒരു വീഡിയോയിൽ പറഞ്ഞാൽ ഈ വീഡിയോയുടെ ലെങ്ത് വളരെയധികം ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇപ്പോൾ ഇവർ പാർക്കുന്ന ഈ അവസ്ഥ വളരെ ദയനീയമായ ഒരു അവസ്ഥയിലാണ്. ഇവരിങ്ങനെയാണോ കഴിയേണ്ടത്? ദീർഘവർഷം കർത്താവിന്റെ വയൽ അധ്വാനിക്കുകയും അനേകാത്മാക്കളെ നേടി വടക്കേ ഇന്ത്യയിലും നാട്ടിലുമൊക്കെ ഒരുപോലെ സുവിശേഷ വേല ചെയ്ത ഒരു ദേവദാസന്റെ കുടുംബം ഇങ്ങനെയാണോ ആയിരിക്കേണ്ടത്? ഇത് കണ്ടോ നിങ്ങൾ? ഇത് വല്ലാത്തൊരു അവസ്ഥയിലാണ് ഈ വീടിന്റെ സാഹചര്യം ഇപ്പോൾ ആയിരിക്കുന്നത്. അകത്തേക്ക് നമുക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. ഇത് ഏതാണ്ട് 5 സെന്റ് വസ്തുവുണ്ട്. നിങ്ങൾ ചോദിക്കും, ഗവൺമെന്റിനോട് പറഞ്ഞാൽ വീട് വെക്കാൻ പണം കിട്ടില്ലേ? കിട്ടില്ല. കാരണം ഇത് കൃഷിഭൂമിയാണ്. ഇവിടെ വീട് വെക്കാനോ അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങളോ ഒന്നും ഇവിടെ ലഭിക്കില്ല. ഈ വീടിന് നമ്പർ പോലും ഇട്ടിട്ടില്ല. ഇവിടെ നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് ഇതെല്ലാം പലപ്പോഴും പറന്നു പോവുകയും പൊളിഞ്ഞു പോവുകയും ഒക്കെ ചെയ്യുന്ന അനുഭവത്തിൽ ഇവിടുത്തെ നാട്ടുകാരൊക്കെയാണ് വന്ന് പലപ്പോഴും സഹായിക്കുന്നത്. ഈ വീടിന്റെ ഉള്ളിലെ അവസ്ഥയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇതില് ഇത്രയും സ്ഥലമേ ഉള്ളൂ. ശ്രദ്ധിച്ചു വരിക. ഇതാണ് മരിച്ചുപോയ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ K.O. ജോണി. ഇദ്ദേഹത്തെ ഇന്നത്തെ നമ്മുടെ പല ആത്മീയ പ്രസ്ഥാനങ്ങളിലെയും അറിയപ്പെടുന്ന എല്ലാ ദേവദാസന്മാർക്കും ഒക്കെ ഒരുവിധം പരിചയമുള്ള അറിയുന്ന ഒരു ദേവദാസനാണ്. ഇദ്ദേഹത്തിന്റെ പേരാണ് K.O. ജോണി. അപ്പോൾ ഇവിടുന്ന് ഇനി നമുക്ക് ഇങ്ങോട്ട് കാണാൻ കഴിയുന്നത് ഇത്രേ ഉള്ളൂ. ഇങ്ങോട്ട് കാണിക്കാം. ഇവിടെ വലിയ വട്ടമില്ലാത്തത് കൊണ്ട് അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവും. സൗകര്യം അവിടെ നിന്ന് മാറിയെന്ന്. ഇതാണ് ഇവർ കിടക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഈ ഒരു അവസ്ഥയിലാണ് ഇവർ പാർക്കുന്നത്. ഇതൊക്കെ കാറ്റത്തും മഴയത്തും എല്ലാം പറന്നു പോകാവുന്ന നിലയിലാണ് ഈ സാഹചര്യം തുടരുന്നത്. ഇതാണ് അടുക്കള. ഇത് കാണാൻ നിങ്ങൾക്ക് ഇത്തിരിയാണ് അടുക്കള ഇരിക്കുന്നത്. ഇതിനകത്താണ് ഇവിടെ കാര്യങ്ങൾ കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതൊക്കെ പലപ്പോഴും നല്ല കാറ്റടിക്കുകയോ നല്ലൊരു പെരുമഴ പെയ്യുകയോ ചെയ്താൽ ഇതിന്റെ പല ഭാഗങ്ങളും ഇളകി പോകുന്ന ഒരു അവസ്ഥയിലാണ് ഇവരായിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീടിന്റെ പുറം സൈഡിലേക്ക് ഒന്ന് പോകും. ഇനി നമുക്ക് ഈ വീടിന്റെ പുറകു സൈഡിലേക്ക് സഞ്ചരിക്കാം. ഇതാണ് ഇവരുടെ ഈ വീടിന്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത്. ഇവിടെയാണ്
ഇവിടെ ഈ ചാക്കുകളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് ഇവിടെ എല്ലാം മറച്ചു പിടിച്ചു ഇത്രയും വെച്ചിരിക്കുന്നത്. അപ്പോ ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇതെല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇവര് 100% അർഹരല്ലേ എന്നുള്ള ചോദ്യം ഞാൻ ദൈവമക്കൾക്ക് വിടുകയാണ്. ദീർഘകാലം കർത്താവിന്റെ വയലിൽ അധ്വാനിക്കുകയും ആത്മാക്കളെ നേടുകയും ഒക്കെ ചെയ്ത ഒരു ദൈവദാസൻ നിത്യതയിൽ കടന്നുപോയി കഴിയുമ്പോൾ പിന്നെ ആരും നോക്കാനും കാണാനും ഇല്ലാത്തൊരവസ്ഥയാണോ ഒരു ദൈവദാസിക്കും തൻ്റെ കുഞ്ഞുങ്ങൾക്കും വരേണ്ടത്? 2 കുഞ്ഞുങ്ങൾ അവർക്കുണ്ടായിരുന്നു. ഒരു കുഞ്ഞ് മരണപ്പെട്ടു പോയി. ഇപ്പോൾ ഒരു മകനാണുള്ളത്. ആ മകൻ ഇവിടെ അടുത്ത് പലചരക്ക് കടയിലൊക്കെ സാധനം പൊതിഞ്ഞു കൊടുക്കാൻ നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഇവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. എവിടെയെങ്കിലും ആരും ഇറക്കി വിടാത്ത ഒരു 2 സെന്റ്, ഒരു 3 സെന്റ് വസ്തുവെങ്കിൽ, ഒരു കൊച്ചു വീടും, അതാണ് അവരുടെ ഒരു സ്വപ്നം ഇനി ബാക്കിയുള്ളത്. അത് നടത്തി കൊടുക്കുവാൻ കൈത്താങ്ങ് കൂട്ടായ്മയിലെ എല്ലാ സഹോദരങ്ങളെയും കരങ്ങളിൽ ഈ പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുകയാണ്. നമുക്ക് വേഗത്തിൽ ഈ വിഷയത്തിൽ ഒരു പരിഹാരം വരുത്തി കൊടുക്കുവാൻ ദൈവമായ കർത്താവ് പ്രവർത്തിക്കും എന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇവരുടെ പുഞ്ചിരിക്കുന്ന ഒരു മുഖവുമായിട്ട് നമുക്ക് വീണ്ടും ഒരു വീഡിയോ ചെയ്യാൻ ദൈവം അവസരം ഉണ്ടാക്കട്ടെ. ദൈവത്തിന് മഹത്വം.